ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓറ ബ്ലൂമിംഗ് വ്ളോഗ്സ്. നമ്മളിന്ന് അടുത്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ റെസിപ്പിയാണ് ചക്കക്കുരു മാങ്ങാ കറി. നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ഒരു 12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് ഒരു ചക്കക്കുരു 4ആയിട്ട് പിളർന്നതാണ്. പിന്നെ 4 മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, അത് നടുവേ പിളർന്നിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമാങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു നന്നായിട്ട് വേവിച്ചെടുക്കണം. ചക്കക്കുരു വേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചക്കക്കുരു ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം. നമ്മൾ അടുപ്പത്ത് ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. നമുക്ക് ചക്കക്കുരു വെന്തോ നോക്കാം. ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങായും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് കരിയാപ്പലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് ആ മാങ്ങ വേകുന്നിടം വരെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മാങ്ങ വേകാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ മതി. ആ ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഇതെടുത്തിട്ട് മാങ്ങ വെന്തോ നമുക്ക് നോക്കാം. നമുക്കിനി ഈ കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മളൊരു 1/2 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 ചെറിയ ഉള്ളി, ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഫൈനായിട്ട് അരച്ചെടുക്കാം. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറിയ തിള വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ഉപ്പും പുളിയും നോക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങയും കൂടി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ തിള വന്ന് കറി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടി ചേർക്കാം. നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ചത് ഇനി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ടും എന്നാൽ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്